കുടുംബത്തിൻ്റെ ഈ കുറേ കാലം മുമ്പുള്ള ചരിത്രം പറയുകയാണെങ്കിൽ ഈ ഏകദേശം ഞാൻ തൊട്ടിട്ട് ഒരു 5 തലമുറക്കപ്പുറം ഒരു മോയിൻകുട്ടി ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരാൾ മുതലേക്കാണ് ഈ കുടുംബത്തിൻ്റെ തുടക്കം. ഈ മോയിൻകുട്ടി എന്ന് പറയുന്ന ആൾക്ക് ഒരു മകനും ഒരു മകളും ഉണ്ടായതായിട്ടാണ് ഞാൻ അറിയുന്നത്. ഒരു കോയാമുട്ടി എന്ന് പറയുന്നൊരു മകൻ, ഒരു പാത്തുക്കുട്ടി എന്ന് പറയുന്നൊരു മകളും. ഈ കോയാമു എന്ന് പറയുന്ന ആ മകൻ്റെ ശൃംഖലയിലാണ് ഈ കുടുംബത്തിൻ്റെ തുടക്കം. കുഞ്ഞുമുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ. കുഞ്ഞുമുട്ടിൻ്റെ താഴെ മൂന്നാമത്തത് ഈ കുഞ്ഞുമൊയ്തീൻ, നാലാമത്തെ ആൾ പോക്കുട്ടി, അഞ്ചാമത്തെ ആൾ ഏനുദ്ദീൻ. അങ്ങനെ 5 ആൺമക്കൾ, 2 പെൺമക്കളും. എൻ്റെ വല്യാപ്പ പോക്കുട്ടി വല്യാപ്പയാണ്. പോക്കുട്ടി വല്യാപ്പക്ക് 7 മക്കളാണ്. ഏറ്റവും മൂത്തത് ഒരു അമ്മായിയാണ്. രണ്ടാമത്തെ മൊയ്നാജി എന്ന് പറഞ്ഞ ആളാണ്. അല്ല, കോയമുട്ടി ഹാജി എന്ന് പറഞ്ഞ ആളാണ്. കോയമുട്ടി ഹാജിയില്ല, കോയമുട്ടി മുത്താപ്പ. മൂന്നാമത്തത് മൊയ്നാജി. നാലാമത്തത് കമ്മുണ്ണിയാജി. അഞ്ചാമത്തത് ഒരു അമ്മായിയാണ്. ആറാമത്തത് എൻ്റെ ഉപ്പ മുഹമ്മദ് കുട്ടി ഹാജി ആണ്. ഏഴാമത്തത് ഒരു ചെറിയ അമ്മായി. വല്യാപ്പയാണ് ഞങ്ങളെ മദ്രസയ്ക്ക് കൊണ്ടുവരലും. അപ്പോൾ വല്യാപ്പ അന്ന് ഞങ്ങൾ അരീക്കോട് റോട്ടിലായിരുന്നു പിന്നെ താമസിച്ചിരുന്നത്. വല്യാപ്പ അവിടുന്ന് കാതുരത്തെ പള്ളിക്കലെ മദ്രസയ്ക്ക് കൊണ്ടുപോകും. അവിടുന്ന് മദ്രസ വിട്ട് രാത്രി ഞങ്ങളെ തിരിച്ച് കൊണ്ടുപോരുമ്പം ഞാൻ ഓർക്കുന്നത് അരീക്കോട് റോഡ് കണ്ട് കഴിഞ്ഞാൽ പിന്നെ വല്യാപ്പാൻ്റെ വടിക്ക് ഒരു ഊക്ക് കൂടും. അതായത് ആ ഊക്ക് കൂടാൻ കാരണം അന്ന് ആ ഭാഗത്തുള്ള ലൈറ്റുകളൊന്നുമില്ല. പിന്നെ ആ വടിൻ്റെ ശബ്ദം കേട്ടാൽ വല്ല നായ്ക്കളോ മറ്റുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒഴിഞ്ഞ് പൊയ്ക്കോളും. ആ ഒരു ഉദ്ദേശത്തോട് കൂട്ടിയിട്ടായിരുന്നു. പിന്നെ അതിനും പുറമെ ആ പ്രദേശത്തുള്ള പരിസരവാസികൾ സമയം നിർണ്ണയിക്കൽ ആ വടീൻ്റെ ഒച്ച കൊണ്ടാണ്. കാരണം കോയാമൊക്കെ മക്കളും പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സമയം എത്ര ആയി എന്നുള്ള ആ ഭാഗത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. വല്യാപ്പാൻ്റെ അഞ്ചൻ മൊയ്നാജി ഞങ്ങളെ എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു കൂട്ടുകുടുംബം. അതായത് മീൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 3 പൊതി വാങ്ങും. 3 പൊതി വാങ്ങുന്നത് ഒന്ന് കമ്മുണ്ണികളാപ്പാൻ്റെ അടുക്കും, ഒന്ന് പുത്തൻപെരയ്ക്കും, ഒന്ന് പിന്നെ ഈ പെരയ്ക്കും. അങ്ങനെ എല്ലാം കൂട്ടിപ്പിടുത്തത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു വല്യാപ്പാർക്ക്. എൻ്റെ വാപ്പാര് മൊയ്നാജി, കമ്മുണ്ണിയാജി, എൻ്റെ വാപ്പ 3 വളരെ ഐക്യത്തോടു കൂടി
ഓരോ കച്ചവടം ഷെയറായിട്ട് ആദ്യം നെല്ലും കച്ചവടം, പിന്നെ തുണി കച്ചവടം 2 ആക്കി, പിന്നെ 3 ആക്കി, 3 കച്ചവടം. ഇതിൻ്റെയൊക്കെ മേൽനോട്ടം എൻ്റെ മൂത്താപ്പ മൊയ്നാജി എന്ന് പറഞ്ഞ ആളെ. മൊയ്നാജിൻ്റെ കെയർ ഓഫിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മുടെ ഈ 3 വീട്ടിലേക്ക് ഭക്ഷണങ്ങൾ വാങ്ങാൻ, ഇറച്ചി വാങ്ങുക, മീൻ വാങ്ങുക, എല്ലാം എൻ്റെ മൂത്താപ്പയായിരുന്നു. മൂത്താപ്പ എല്ലാത്തിനും മുന്നിൽ പ്രവർത്തിച്ച് നമ്മുടെ കുടുംബത്തിനൊക്കെ കൂട്ടിപ്പിടിച്ച്. എൻ്റെ മറ്റ് മൂത്താപ്പാർ, ഉമ്മാൻ്റെ ബാപ്പാൻ്റെ ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും മക്കളൊക്കെ ഇത് വലിയ സൗഹാർദ്ദം. ഓരോ കൊല്ലം ദീപാവലി അടുക്കുമ്പോൾ കച്ചവടക്കാർ ഒരു ദീപാവലിക്ക് പറ്റാണ്. ഓരോ ദീപാവലി കഴിയുമ്പോൾ വാപ്പാർ ഓരോ പറമ്പ് കാണും. അത് 3 വാപ്പാർക്ക് വിഭജിച്ചിട്ടാണ്. ഒരാൾക്ക് കഴിഞ്ഞാൽ ഒരാൾക്ക്, ഒരാൾക്ക് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ഏകദേശം മുതൽ 3 വാപ്പാർക്ക് ഒരേ മാതിരി. പിന്നെ കമ്പുണ്ണികളാപ്പാൻ്റെ അവിടുന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. കമ്പുണ്ണികളാപ്പാൻ്റെ പേരക്കുട്ടിനെ. അപ്പം കുടുംബത്തിലുള്ള ആ വിവാഹം അത് ഒരുപാട് കണക്റ്റഡാണ്. വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളവരായിരുന്നില്ല എൻ്റെ രക്ഷിതാക്കന്മാർ. എൻ്റെ വാപ്പാക്ക് തുണിക്കച്ചവടം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെയധികം ഒട്ടുമയും സ്നേഹവും സ്നേഹബന്ധവും അന്യോന്യമുള്ള കുടുംബമായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ് നടക്കുന്നത്. കാതറുകളാപ്പ, കുഞ്ഞുട്ടികളാപ്പ, ബീരാണ്ടികളാപ്പ, കായമുട്ടി ഉത്താപ്പ, ഇവർ ഈ സർക്കിളിൽ തന്നെ ആയിരുന്നു ഞാനും കളിച്ച് ചിരിച്ച് നടന്ന് പോയിരുന്നത്. പിന്നെ കോയമുട്ടി ഉത്താപ്പാനെ എപ്പോഴെങ്കിലും കാണും. ആ തുർക്കി തൊപ്പിട്ടുകൊണ്ട് ആ ചേറ്റടിമിൽ അങ്ങ് കുത്തിരിക്കുന്ന രംഗം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോയിൻകുട്ടി എന്ന് പറയുന്ന ആളുടെ ഏറ്റവും ലാസ്റ്റ് ചെറിയ മകൻ വേനുദ്ദീൻ എന്ന് പറയുന്ന ഉപ്പാപ്പ ഉണ്ടായിരുന്നില്ല. ആ ഉപ്പാപ്പാൻ്റെ ശൃംഖലയിൽപ്പെട്ട ആളാണ് ഞാൻ. അതിൽ ആ ഉപ്പാപ്പാക്ക് 4 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. ആ ഉപ്പാപ്പാൻ്റെ മക്കളിൽ ഏറ്റവും മൂത്ത മകന് കോയാമുട്ടി എന്ന് പേരിട്ടു. 2ാമത്തെ ആൾ വീരാൻകുട്ടി, 3ാമത്തെ ആൾ മുഹമ്മദ് എന്ന് പറയുന്ന കുഞ്ഞുട്ടി. വാപ്പ റിട്ടയർ ആയതിനു ശേഷവും പിന്നെ പഠിപ്പിക്കുക എന്നത് വാപ്പയുടെ ഒരു ബ്ലഡിൽ ഉള്ള ഒരു അന്തർലീനമായി കിടക്കുന്ന ഒരു വിഷയമായിരുന്നു. അതായത് എൻ്റെ വീടുകളിൽ പലപ്പോഴും പല കുട്ടികളും വന്ന് പിന്നെ സംശയങ്ങൾ ചോദിക്കാൻ വന്ന കുട്ടികളെ അവിടെ ഇരുത്തി അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്ന് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ എടുത്ത് പറഞ്ഞു കൊടുത്ത്, പ്രത്യേകിച്ച് ഭാഷാ പഠനം നന്നായി പഠിപ്പിച്ചിരുന്നു എൻ്റെ വാപ്പ. നമ്മുടെ മദ്രസയിൽ 1 രൂപ പോലും ശമ്പളം വാങ്ങാതെ വർഷങ്ങളോളം നമ്മുടെ വാപ്പ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ വാപ്പയ്ക്കുള്ള മറ്റൊരു ക്വാളിറ്റി ആയിരുന്നു തജ്വീദ്. ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഖുർആൻ നല്ല രീതിയിൽ, നല്ല ഭംഗിയിൽ, നല്ല സ്വരത്തിൽ വാപ്പ ഓതാറുണ്ടായിരുന്നു. അത് കുട്ടികളെ കൊണ്ടൊക്കെ ഓദിക്കുക എന്നതും ഞങ്ങളെ കൊണ്ടൊക്കെ ഓദിക്കുക എന്നതും വാപ്പേൻ്റെ ഒരു താല്പര്യമായിരുന്നു. കുഞ്ഞാൻ ഒരു ദിവസം വാപ്പ മരിച്ചതിന് ശേഷം ആ ഉടനെ തന്നെ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തൊരു കാസറ്റ് പ്ലേ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് എൻ്റെ എളാപ്പ മാനു, ഖാദർ മാസ്റ്റർ എന്ന മാനു ഞങ്ങൾ വിളിക്കുന്ന എളാപ്പ അത് കേട്ട് കരഞ്ഞു വന്ന ഒരു രംഗം എൻ്റെ മനസ്സിൽ. കാരണം ഉപ്പാൻ്റെ ആ ഖുർആനോത്തിൻ്റെ, ബാപ്പൻ്റെ ഖുർആനോത്തിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു സൗദി എൻ്റെ കുഞ്ഞിട്ടികാക്കയാണല്ലോ എന്ന് പറഞ്ഞ് വന്ന ഒരു രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പുറമെന്നുള്ള പല ആൾക്കാരും പറയാറുണ്ട് ഞങ്ങളൊക്കെ നീന്തം പഠിപ്പിച്ചത് കുഞ്ഞിട്ടി മാഷ് പഠിപ്പിച്ചതാണ് എന്ന് പറയും. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് 4 ആളുടെ മക്കൾ മാത്രമല്ല, തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ മോയിൻകുട്ടി പിന്നെ ഈ പോകുട്ടി പാപ്പാൻ്റെ ശൃംഖലയിൽപ്പെട്ട വീടുകളിൽ, ആ വീടുകളിലൊക്കെ ഉണ്ടാവും കുട്ടികൾ, അതേ പ്രായത്തിലുള്ള കുട്ടികൾ. എല്ലാവരും കൂടി കൂട്ടിക്കൊണ്ടുപോയിട്ട് പള്ളിക്കുളത്തിങ്ങ കൊണ്ടുപോയി ഈ ആപ്പ നീന്തം പഠിപ്പിക്കും. ഞങ്ങളെ കൊണ്ടുപോയാണ്ട് പിന്നെ ഞങ്ങളെ ചരട്, അന്നൊക്കെ നമ്മൾ ചരട് കെട്ടുന്നൊരു സ്വഭാവമുണ്ട്. ആ ചരടിൻ്റെ പിന്നിലൊരു കയറ് കെട്ടി കുളത്തുകാണ്ട് എറിയലായിരുന്നു. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും കുളത്തുകാണ്ട് എറിയും. എറിഞ്ഞാണ്ട് പിന്നെ തട്ടിപ്പടിഞ്ഞ്, കാരണം വാപ്പൻ്റെ കയ്യിലൊരു കയറുണ്ടാവും. എന്നാൽ അത് ഒരു കുറച്ച് ദിവസം അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ആ കുട്ടി നീന്തം പഠിക്കുകയാണ്. മുട്ടുത്തി അടക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം പിടിച്ച് അടക്കാൻ കഴിയും എന്നുള്ള കുട്ടികളെ പോലും
ഒരു കസാലയിൽ ഒരു കയറിട്ട് ഇറക്കി കിണറ്റിൻ്റെ അടിയിലേക്ക് ഇറക്കി ആ തുടച്ച് വൃത്തിയാക്കുന്നിടത്തൊക്കെ ഇരുന്ന് പിന്നെ കസാലയിൽ ഇങ്ങോട്ട് കയറ്റി. അപ്പോഴേക്കും എന്തായി, നമുക്കൊക്കെ ഒരു കിണറിൽ ഇറങ്ങുക എന്നുള്ളത് ഇപ്പോഴും എനിക്കിപ്പോൾ ഈ പ്രായത്തിലും ഒരു കിണറിൽ ഇറങ്ങണം എന്ന് തോന്നിയാൽ ധൈര്യമായിട്ട് ഇറങ്ങാനുള്ള ആവേശവും ഒരു മനോധൈര്യം ഇപ്പോഴും ഉണ്ട്. ഒളിയത്തൊക്കെ ഇറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടാകുന്ന സമയത്ത്, നമ്മളൊരു ഒരു അറിവ് നടക്കുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ എല്ലാ കുട്ടികളെയും വിളിച്ചു വരുത്തും. എല്ലാ കുട്ടികളും വിളിച്ചു വരുത്തിയിട്ട് ഈ കാളിൻ്റെ കുറച്ച് ദൂരത്തിരുത്തിയാണ്ട് പറയും, ഇനിയിപ്പോൾ ആൾക്കാർ പണിക്കാർ അമുട്ടിയാക്ക് വരും, മറ്റോല് വരും, ഇവരൊക്കെ വന്നാണ്ട് ഈ മൂരിനെ കയറിട്ടാണ്ട് എറിയും. അപ്പോൾ മൂരി അല്ലെങ്കിൽ കാള കൊതരും, പിന്നെ കയറിയിട്ട് വേണ്ടി പിടിച്ച് തള്ളിയിട്ടാണ്ട് അപ്പം അങ്ങനെ തള്ളിയിടും. അത് തള്ളിയിട്ടാൽ അപ്പോൾ ഹോ എന്ന് പറയും. പിന്നെ മൊല്ലാക്ക് വന്നാണ്ട് ഇങ്ങനെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാണ്ട് ഇതിനെ അറക്കുമ്പോൾ ചോര തെറിക്കും. ഇതൊക്കെ കുട്ടികൾക്ക് നല്ലൊരു ക്ലാസ്, അത് എളാപ്പയാണ് സാധാരണ ക്ലാസ് എടുത്തു കൊടുക്കാറുള്ളത്. ഇങ്ങനൊരു ക്ലാസ് എടുത്ത് കൊടുത്തതിന് ശേഷം ഈ കുട്ടികളൊക്കെ അറക്കുന്ന നേരത്ത് എല്ലാവരും ചുറ്റുപാടുകളിലൊക്കെ വിളിച്ചു വരുത്തിയാണ്ട് ഇരുത്തി. അപ്പോൾ എന്താ, ഈ ഞങ്ങൾക്ക് കുട്ടികളാണ്, ഞങ്ങൾക്കൊക്കെ നല്ലൊരു ബോധം ഉണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കണ്ടാൽ, ഒരു ചോര കണ്ടാൽ ഒന്ന് പേടിക്കുക, പ്രയാസപ്പെടുക, അല്ലെങ്കിൽ ഒന്നുമില്ല. കാരണം നമ്മളടുത്ത് ഒരു നല്ലൊരു മുൻധാരണ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനുള്ള നല്ലൊരു ക്ലാസ് എടുത്തു തന്നുകൊണ്ടാണ് നമ്മളിത് കാണുന്നത്. ഇതൊക്കെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞങ്ങൾ വാപ്പാര്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അന്നത്തെ ഇന്നൊരു പക്ഷേ ഒരു ക്വാളിറ്റി ആയി തോന്നുന്നില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഇത് എല്ലാവരെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു രൂപമായിരുന്നു. മൊത്തത്തിൽ കുടുംബത്തിൻ്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭയങ്കര കുടുംബസ്നേഹികളായി, പൂർവികന്മാർ ഭയങ്കര കുടുംബസ്നേഹികളായിരുന്നു. അപാരമായ കുടുംബസ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആത്മാർത്ഥമായ സ്നേഹം. ചെറിയ ആ സ്നേഹത്തിൻ്റെ ചെറിയ ഉദാഹരണം, കുടുംബത്തിൽ ഏതാനും ചില ഈ സാമ്പത്തിക കഴിവും അന്നത്തെ കാലത്ത് ഒരു ചെറിയ ഉള്ളതിൽ വെച്ച് എന്തെങ്കിലും വല്ല സൗകര്യങ്ങളുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഈ കുടുംബത്തിലെ പാരമ്പര്യത്തിലില്ല. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും കുടുംബം പുലർത്തി പോകാൻ വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന ഒരു കുടുംബ പാരമ്പര്യമാണ് ഈ കുടുംബത്തിനുള്ളത്. അപ്പോൾ അങ്ങനെ അവർ ഈ ഞാൻ പറഞ്ഞ സാധ്യതയ്ക്കനുസരിച്ചുള്ള ആരോഗ്യവും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഈ മലമ്പാതയിൽ കൂടി കാലിന് ചെരുപ്പില്ലാതെ നട്ടുച്ച നേരത്ത് പോലും തലയിൽ ഭാണ്ഡം പേറി ചുമട് പേറി അധ്വാനിക്കാൻ വേണ്ടി പോകുന്ന ഒരു വിഭാഗം ആളുകൾ ഈ കുടുംബത്തിലെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കി വൈകുന്നേരം കിട്ടുന്ന തുച്ഛമായ സംഖ്യ കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എവിടെയെങ്കിലും അൽമാരിയിൽ സൂക്ഷിച്ച് വെക്കുന്ന പതിവല്ല. ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് അത് പാകം ചെയ്ത് സുഭിക്ഷമായി ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരെയും കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു, ഭക്ഷപ്പെടുക്കുന്ന സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒരു സ്വാർത്ഥം എന്ന് പറയുന്നത്, സൂക്ഷിച്ച് വെക്കുന്ന സ്വാർത്ഥം എന്ന് പറയുന്ന വിഷയം അവരുടെ നിഘണ്ടുവിൽ നോക്കിയാൽ കാണൂല ആ കാലത്ത്. ഇപ്പം ഇന്ന് കുടുംബത്തിൽ ഈ കോർ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ അന്ന് അങ്ങനെ ഒരു പേരൊന്നും ഇല്ലെങ്കിലും ആഴ്ചയിലൊരിക്കൽ ഒരു ചെറിയൊരു കമ്മിറ്റി ഒരു മീറ്റിംഗ് കൂടുന്ന പതിവുണ്ടായിരുന്നു ആഴ്ചയിൽ. അത് നീക്കി വെച്ച ദിവസം മിക്കവാറും വ്യാഴാഴ്ച അതിൽ പെൺകുട്ടികളെ കെട്ടിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഏതെങ്കിലും വീട്ടിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിക്കാൻ മാർഗങ്ങൾ, ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ ആസ്പത്രി ചെലവുകൾ, ഇങ്ങനെ ജീവിതത്തിൽ ഒട്ടുമുക്കാലും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ആ ആഴ്ചയിൽ ഒരുക്കുണ്ടായിരുന്ന വാരാന്ത മീറ്റിങ്ങിൽ സംസാര വിഷയം. എപ്പോഴാണെന്ന് വെച്ചാൽ ആ വിഷയം വരുമ്പോൾ പോലെ
ഇന്ന ദിവസം ഇന്നങ്ങോട്ട് വരികൾ രണ്ട് കൂട്ടരും കൊണ്ട് വരിയെന്ന് അറിഞ്ഞ് വിളിക്കും. അപ്പോൾ ഒരു വന്ന് ഒരു തമ്മിൽ സംസാരിച്ച് അയാളുടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം മോയനാജി അതിൻ്റെ ഒരു വിധി പറയും. അപ്പോൾ അവർക്ക് രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായിരിക്കും. മരിക്കുന്നത് വരെ ഞങ്ങളെ കുടുംബത്തിൽ നിയന്ത്രിച്ച് മൂപ്പരാണ്. എന്നാൽ അതൊക്കെ സോൾവ് ചെയ്ത് ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു കോടതിയിലോ ഈ കുടുംബം അവരുണ്ടായിരുന്ന കാലത്ത് പോയതായിട്ട് കേൾക്കൂല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന അപ്പം തന്നെ കാര്യം വന്ന് അപ്പം വിവരം പറയും. അത് അത് പിന്നെ മുളയിലെ അത് നുള്ളി ആ പ്രശ്നം തീർക്കുന്ന പരിപാടി ഉണ്ടായി, ഒരു സംഭവം ഉണ്ടായിരുന്നു ആ കാലത്ത്. എവിടൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി വീട് വീടാൻ തന്നെ ഇറങ്ങി നടക്കുന്ന സ്വഭാവം എൻ്റെ ആ ശൃംഖലയിൽപ്പെട്ട ഏറ്റവും ചെറിയ ആൾ കാതൂർ മാസം എന്ന ആളില്ലേ, ആ ആളുടെ ജോലിയായിരുന്നത്. ഏതെങ്കിലും വീട്ടിൽ പോയാൽ പെട്ടെന്ന് പോയി ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവിടുന്നാണ് ഒരു ദിവസം മുഴുവൻ ആ വീട്ടിൽ മെനക്കെടുന്നതിന് വേണ്ടി. വാപ്പാനെ കുറിച്ച് പറയുമ്പോൾ ഈ കൊണ്ടോട്ടിയിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഈ വളരെയധികം അറിയപ്പെടുന്ന ആളായിരുന്നു വാപ്പ. അക്കാലത്ത് പന്തൽ കെട്ടിയിട്ട് സമ്മേളനങ്ങൾ നടത്തുന്നത് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അക്കാലത്ത് തുടങ്ങുന്ന സമയം വെച്ചാൽ അത് മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളായിരുന്നു തുടങ്ങിയിരുന്നത്. ആ മുജാഹിദായാലും ജമാഅത്തായാലും വീട്ടിലുള്ള പെണ്ണുങ്ങളെയും കുട്ടികളെയും കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അത് മാത്രമല്ല, നമ്മളെ ലോകത്ത് നമ്മളെ ഈ ചുറ്റുപാടിൽ എന്ത് പുതിയ സംഭവങ്ങളുണ്ടായാലും അത് കുട്ടികളെയും വീട്ടുകാരെയും കാണിക്കുക എന്നുള്ളത് മാനുവിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അത് എന്ത് റിസ്ക് സഹിക്കാനും മാനു തയ്യാറായിരുന്നു. അത് അത്രയും ഒരു കാഴ്ചപ്പാടും ഉള്ള ഒരാളായിരുന്നു. പിന്നെ രാഷ്ട്രീയപരമായി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സുകാരൻ മാത്രമല്ല, നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ വേഷവിധാനത്തിലായിരുന്നു. ആ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുമ്പ് ഒരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവമായിരുന്നു. അന്ന് ഉമ്മ തിരൂരിൽ പോയിട്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടി 10ാം ക്ലാസ് വരെ ഉമ്മ പഠിച്ചു എന്ന് പറയും. ഉമ്മ പറയും ഫറോക്കിലേക്ക് പോകൽ കാളവണ്ടിയിലാണ്. കാളവണ്ടിയിൽ ഫറോക്കിലേക്ക് പോയിട്ട് അവിടുന്ന് ട്രെയിൻ കയറി തിരൂരെത്തും. എന്നിട്ട് മടങ്ങി വരുമ്പോഴൊക്കെ വല്യാപ്പ ഫറോക്കിൽ ഇറങ്ങിയാൽ തന്നെ രാത്രിയാവാൻ വേണ്ടി കാത്തിരിക്കാറാണ്. കാളവണ്ടിയിൽ കൊണ്ടോട്ടി വന്ന് ഇറങ്ങി ഒരു കുട്ടി അന്ന് സ്കൂളിൽ പഠിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്നിട്ട് രാത്രിയാവാൻ നിൽക്കും ഉമ്മാനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയും. പക്ഷേ അത് കണ്ടറിഞ്ഞിട്ടാണ് വാപ്പ ആ ആളെ തന്നെ കല്യാണം ആലോചിച്ചു. ഉമ്മാനെ വാപ്പ കല്യാണം കഴിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് വമ്പിച്ചൊരു മാറ്റം അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളെല്ലാവരും വിദ്യാഭ്യാസം നേടാനും ഞങ്ങളെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും എല്ലാവരും തന്നെ ഉദ്യോഗസ്ഥന്മാരാവാനും എല്ലാം സാധിച്ചു. ഈ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു ഇതല്ല, ഒരു ആത്മാർത്ഥമായിട്ട് ഇതിനും വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വാപ്പാൻ്റെ ഒരു പ്രകൃതം, വാപ്പ 2 സ്കൂൾ സ്ഥാപിച്ച്, മണ്ണാരൊരു സ്കൂളും കോടങ്ങാട് ഒരു സ്കൂളും സ്ഥാപിച്ച്. അന്നത്തെ കുട്ടികളൊന്നും സ്കൂളിൽ പോകാൻ വളരെ കുറവാണ്. പ്രത്യേകിച്ച് കുറച്ച് സാമ്പത്തികമായിട്ട് കഴിവ് കുറഞ്ഞ ഇതാണെങ്കിൽ അവർ സ്കൂളിൽ പോവില്ല. അങ്ങനത്തെ അവരുടെ രക്ഷിതാക്കളെ കണ്ട് അവരോട് പറഞ്ഞ് ഞങ്ങൾ വാപ്പ മരിച്ച സമയത്ത് പറഞ്ഞു കേട്ടു. മരിച്ചതിൻ്റെ 2 ദിവസം 3 ദിവസത്തിൻ്റെ ഇടയിൽ അവിടെ വന്ന ആൾക്കാർ അതിൻ്റെ വൈപുല്യവും അവർ പറഞ്ഞ കാര്യങ്ങളും ഞങ്ങളെല്ലാവരും നിങ്ങളെ വാപ്പ ഞങ്ങളെ കൊണ്ട് ഹൈസ്കൂളിൽ ചേർത്തി, UP-യിൽ ചേർത്തി, ഹൈസ്കൂളിൽ ചേർത്തി, കോളേജിൽ ചേർത്തി. അത് കാരണമാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇത്ര വലിയ വിജയം കിട്ടിയത് എന്ന് അവരെല്ലാം അനുസ്മരിക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പാനെ പറ്റിയിട്ട് വളരെയധികം ബഹുമാന്യത വർദ്ധിച്ചിരിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ വലിയ സർക്കസൊക്കെ കോഴിക്കോടാണ് വരിക, ബോംബെ സർക്കസ്, അതൊക്കെ ഞങ്ങൾ കാണിച്ചിരുന്നിരുന്നത് മാനുവാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും കോഴിക്കോട് ടാഗോർ സെൻറ്ററിനാളിൽ ലോകത്തുള്ള മലേഷ്യ പോലുള്ള പല രാജ്യങ്ങളിൽ നിന്നും ആളെ കൊണ്ടുവന്ന് ബാങ്ക് മത്സരം നടത്താറുണ്ടായിരുന്നു. അതിന് ഞങ്ങളെല്ലാവരും കൊണ്ടുപോയി അത് കാണിച്ചു തന്ന്, അന്ന് അവിടെ ഏതെങ്കിലും പള്ളിയിൽ അവർ പിന്നെ അന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ പോയപ്പം
ബീച്ച് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ പിന്നെ കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും പിന്നെ ഇപ്പോൾ വലിയങ്ങാടി അതുപോലെ തന്നെ കോർട്ട് റോഡൊക്കെ കാണിച്ചു തന്നു. അവിടെ ഉള്ള ബോർഡുകളൊക്കെ വായിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വെച്ചാൽ DPP ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായ ആണല്ലോ DPP എല്ലാം കണ്ട് മനസ്സിലാക്കി ചെയ്യാന്നുള്ളൊരു സംഗതിയായിരുന്നു. ഈ അധ്യാപകനായി പ്രവർത്തിക്കുന്ന കാലത്താണ് വാപ്പാൻ്റെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായത്. ഇതുപോലെ തന്നെ നാട്ടിൽ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് 1966 സംഭവിച്ചത്. അന്ന് ഈ കോൺഗ്രസ് ലീഗുകാരോ എന്തെങ്കിലും പ്രശ്നങ്ങൾ പെടുത്താനും അങ്ങനെ ഒരു ബദ്ധവിരോധികളായിരിക്കുന്ന കാലത്ത് വാപ്പാക്ക് പിന്നെ മനസ്സിലതൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ചില ആൾക്കാർ ചില ബുദ്ധികൾ എന്തുണ്ട് വെച്ചാൽ കുറേ മുസ്ലിം ലീഗുകാർ നമ്മളെ അയൽവാസികളായിട്ടുള്ള കുറേ നമ്മൾ കുടുംബത്തിൽപ്പെട്ടവരുണ്ട്, കുടുംബത്തിൽപ്പെടാത്തവരുണ്ട്. അവരെയൊക്കെ എന്താണ് പാകിസ്ഥാൻ ചാരന്മാരാണ്. അന്ന് യുദ്ധം നടക്കുന്ന കാലമാണ്, പാകിസ്ഥാനായിട്ട് യുദ്ധം നടക്കുന്ന കാലമാണ്. 65 യുദ്ധം നടന്ന്, പിന്നെ 67 യുദ്ധം നടന്ന്, 66 സംഭവം. പാകിസ്ഥാൻ ചാരന്മാരാന്ന് പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്തൊരു അവരെ പിടിച്ചു കൊണ്ടുപോയി. അന്നൊക്കെ പാകിസ്ഥാൻ ചാരന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇടപെടാൻ പറ്റില്ല. വാപ്പ അന്ന് ശിവകാശി പോയതായിരുന്നു. അന്ന് കലണ്ടർ ബിസിനസ്സിന് വേണ്ടിയിട്ട് ശിവകാശിയിൽ നിന്ന് മടങ്ങി വന്ന് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ കേൾക്കുന്നത് ഇതാണ്. നമ്മളെ കുടുംബക്കാർ അതുപോലെ അടുത്ത് നമ്മളെ അയൽവാസികളെയും കുറേ ആൾക്കാരെ പോലീസൊക്കെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് അവരൊക്കെ ആർക്കും ഒന്നും അന്വേഷിക്കാനും കൂടിയും പറ്റില്ല, ചാരന്മാരല്ലേ, ജയിലിലാണെന്ന് അറിഞ്ഞു. ഉടനെ തന്നെ വാപ്പ മദ്രാസിലേക്ക് വണ്ടി കയറി. അന്ന് കോൺഗ്രസ് പ്രസിഡൻറ്റ് കാമരാജ് നാടാറാണ്, മദ്രാസിലാണ് അദ്ദേഹം ഉള്ളത്. കാമരാജ് കണ്ടിട്ട് വാപ്പ സംഗതി മുഴുവൻ പറഞ്ഞു കൊടുത്ത്. അപ്പം പറയുന്നത് വാപ്പാനൊക്കെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർ അസത്യം പറയില്ല, കളവ് പറയില്ല എന്നുള്ള വാപ്പാർക്ക് അറിയാം. അപ്പം ഇവർ നാട്ടിൽ ഇങ്ങനെ കോൺഗ്രസ്സുകാരെ വ്യക്തിവിരോധത്തിൻ്റെ പേരിലാണ് ഇവരൊക്കെ ചെയ്തത്. അതുകൊണ്ട് അവരൊക്കെ എന്താണ് പിടിക്കാനുള്ള നടപടി എടുക്കണം എന്ന് പറഞ്ഞു. കാമരാജിന് ബോധ്യപ്പെട്ടു, വാപ്പ പറഞ്ഞാൽ ബോധ്യപ്പെടും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ ചില അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടു. ഉടനെ തന്നെ അന്നത്തെ KPCC പ്രസിഡന്റിനെ ഇവിടേക്ക് വിളിച്ചു പറഞ്ഞു അവരൊക്കെ വിടാനുള്ള നടപടി ഉടനെ എടുക്കണമെന്ന്. വാപ്പ ഇവിടെ മടങ്ങി ഇവിടെ കൊണ്ടോട്ടിയിലെത്തിയപ്പോഴേക്ക് അവരെ വിടാനുള്ള ഓർഡറും വന്നു. അതൊരു അത്ഭുതമായ സംഭവമായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വോട്ട് അടുക്കുന്ന സമയത്ത് നമ്മളെ കുടുംബങ്ങളിലെ പെണ്ണുങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ വളരെ വിസമ്മതിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ വാപ്പ നമ്മളെ കുടുംബത്തിലെ ആൾക്കാരെ സ്ത്രീകളെയും മറ്റും ഒരു ഡമ്മി ബാലറ്റ് പേപ്പർ അച്ചടിച്ചിട്ട് അത് വരിക്ക് നിർത്തി ഒരു ഇലക്ഷൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തിയിട്ട് വാപ്പ വോട്ട് പ്രാക്ടീസ് ചെയ്യിച്ചിട്ട് ഒരു വോട്ടും അസാധു ആകരുത് എന്ന് വെച്ചിട്ട് വാപ്പ ചെയ്യുമായിരുന്നു. ഈ രാഷ്ട്രീയ പ്രവർത്തനവും അതുപോലെ തന്നെ ഈ അധ്യാപക പ്രവർത്തനവും ഇത് ഒക്കെ കൊണ്ടു നടക്കുന്നതിനിടയിൽ തന്നെ ഉപജീവനാർത്ഥം നമ്മൾ കുറഞ്ഞ ബിസിനസ്സും ഉണ്ടായിരുന്നു. അതായത് അന്ന് പ്രിൻറ്റിങ് പ്രസ്, അതേമാതിരി കലണ്ടർ ബിസിനസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കലണ്ടർ ബിസിനസ് കുറേ നേരത്തെ തന്നെ ഉണ്ട്. പക്ഷേ കലണ്ടർ ഇവിടെ നിന്നല്ല പ്രിൻറ്റ് ചെയ്യൽ, ശിവകാശിയിൽ നിന്നാണ് പ്രിൻറ്റ് ചെയ്യൽ. അതിന് കലണ്ടറിൻ്റെ ജവഹർ കലണ്ടർ കമ്പനി എന്നായിരുന്നു പേര്. അതും വാപ്പ ഒരു കോൺഗ്രസിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജവഹർ എന്ന് പേരിട്ടത്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് 1969 ഞങ്ങൾ ഒരു സ്വന്തമായൊരു പ്രസ് സ്ഥാപിച്ചു. അതിൻ്റെ പേരും ജവഹർ പ്രിൻറ്റിങ് പ്രസ്സായിരുന്നു. അപ്പോൾ 1969 അത് സ്ഥാപിച്ചത്. അപ്പം 1969 മാർച്ചിൽ മലപ്പുറം ജില്ല ഉണ്ടായതിന് ശേഷം ആദ്യത്തെ പ്രിൻറ്റിങ് പ്രസ് ഡിക്ലറേഷൻ ഞങ്ങളത് ജവഹർ പ്രസ്സായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഈ പത്രത്തിലൊക്കെ പിന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുറവാണ്. ചെറിയ ഈ മയക്കുമിഠായി കൊടുത്തിട്ട് പിന്നെ തട്ടിക്കൊണ്ട് അങ്ങനത്തെ വാർത്തകൾ വന്നാൽ അദ്ദേഹം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ ഒരു വരാന്ത ഉണ്ട്, ആ വരാന്തയിൽ ഈ കുട്ടികളെല്ലാവരും വിളിച്ചെടുത്തിട്ട് എടുത്തിട്ട് ഈ പേപ്പറിലെ പിന്നെ പേപ്പർ കട്ടിങ് ആരോടും വായിപ്പിക്കും. മുതിർന്ന കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ടൊക്കെ വായിപ്പിച്ചിട്ട് അതിന് ക്ലാസ് എടുത്ത് തരും. തന്നിട്ട് എല്ലാവർക്കും മിഠായി, അന്ന് വളരെ പ്രശസ്തമായിരുന്ന ഒരു മിഠായിൻ്റെ ലോസഞ്ചർ മിഠായി, ഇപ്പോൾ ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. അത് ലോസഞ്ചർ മിഠായി തന്നെ വലിയൊരു വീക്ക്നെസ് ആയിരുന്നു കുട്ടിക്ക്. അത് എല്ലാവർക്കും വാങ്ങി തന്നിട്ട് നമ്മളെ അറിയപ്പെടുന്ന ആൾക്കാരല്ലാതെ മിഠായി വാങ്ങരുത് എന്നൊരു സന്ദേശം കൂടി പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം അത് പിന്നെ ആ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിരുന്നത്. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം നേടാനും നല്ല സ്ഥാനങ്ങളിൽ എത്തിപ്പെടാനും ഞങ്ങൾക്ക് സാധിച്ചു. ഞാനും തന്നെ എൻ്റെ ജീവിതത്തിൽ അത് പകർത്തി. ഇപ്പോൾ ഞാനൊരു സ്കൂളും ഒരു വാപ്പാടെ പിന്തുടർച്ച അല്ലെങ്കിൽ നമ്മളെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ള രൂപത്തിൽ ഒരു സ്കൂളിൻ്റെ ചുമതല ഏറ്റെടുത്തു. ആ സ്കൂള്
വളരെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് കാലം ഈ 4 ബാപ്പാർ ഒരേ വീട്ടിൽ ഒരേ അടുക്കളയിൽ ജീവിച്ച് പോന്നിരുന്ന ഒരു സൗഹാർദ്ദത്തോടു കൂടി ജീവിച്ചു പോരുന്ന ഒരു അസാധാരണമായ സംഭവം, പ്രയാസം കൂടാതെ ഒരുപാട് കാലം. ഞാൻ ഓർക്കുന്നത് അന്നൊക്കെ എൻ്റെ ബാപ്പ ആരാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. വല്ലാത്തൊരു കാലഘട്ടം. എനിക്ക് മാത്രമല്ല, ആ വീട്ടിൽ താമസിച്ചിരുന്ന ആർക്കും അവരെ ബാപ്പ ആരാന്നുള്ളത് ആർക്കും അറിയില്ല. അതായിരുന്നു ആ കുടുംബ സെറ്റപ്പിൻ്റെ പവർ. ഒരു വലിയൊരു വീട്, ഒരു കലങ്ങോടൻ്റെ ഇടവഴി എന്ന് പറഞ്ഞ ഇടവഴി മുതൽ പിന്നെ കുഞ്ഞാപ്പ ഹാജി എന്ന് പറഞ്ഞ ഒരാളുടെ വീട് വരെ നീണ്ടു കിടക്കുന്ന ഒരു വീടായി, പിന്നെ ബിൽഡിംഗ് ആയിരുന്നത്. ബിൽഡിങ്ങിൻ്റെ മുൻഭാഗം മുഴുവനും ഷോപ്പ് റൂമുകളും അതിൻ്റെ ബാക്ക് ഭാഗം മുഴുവൻ താമസിക്കുകയായിരുന്നു ആ കാലത്ത്. ഈ പറഞ്ഞ 4 ബാപ്പാരുടെയും മക്കളും മക്കളും ഭാര്യമാരും മരുമക്കളും ഒക്കെ കൂടിയിട്ടുള്ള വലിയൊരു കുടുംബം. എല്ലാവർക്കും ഒരൊറ്റ ഭക്ഷണം, ഒരൊറ്റ അടുക്കള. ഒരുപാട് കാലം മുമ്പേ വിദ്യാഭ്യാസത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്ന കുടുംബം. ഈ കൊണ്ടോട്ടിയിൽ മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആർക്കും ഒരു വിവരമില്ലാത്ത കാലത്ത് അഡ്രസ്സ് എഴുതാനും എന്തെങ്കിലും ഒരു കത്ത് വന്നാൽ ആ കത്തിന് വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും എല്ലാത്തിനും ഈ കുടുംബത്തിനായിരുന്നു മറ്റുള്ള പലരും ആശ്രയിച്ചിരുന്നത്. അത് വന്ന് വായന പറഞ്ഞെടുത്ത് അർത്ഥം പറഞ്ഞെടുത്ത് ഞാൻ വിടൂലാരെ ആ സംഗതി സോൾവ് ചെയ്ത് ഒരു പരിഹാരം ഉണ്ടാക്കി അവർ തൃപ്തിപ്പെടുത്തി പോകുന്ന രീതി വരെ ഉണ്ടാവും. ഇതിൻ്റെ വലിയ മൂത്താപ്പ കോയമുട്ടി എന്ന് പറയുന്ന പിന്നെ ആളില്ലേ, ആ മൂത്താപ്പ ഞാൻ പിന്നെ എനിക്ക് അറിവുള്ള കാലം മുതൽക്ക് തന്നെ കോഴിക്കോട് JDT ഇസ്ലാമിൽ ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. JDT ഒരു വലിയ പിന്നെ സ്ഥാപനമാണെങ്കിൽ പോലും മുത്താപ്പാൻ്റെ പേരിലാണ് സത്യത്തിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കാറുള്ളത്. പാപ്പാൻ്റെ സ്ഥാനത്താണ് എന്നെ കൊണ്ടുവരുന്നത്, സ്വന്തം മകളെ പോലെ. അതുവരെ മരിച്ചോളും അങ്ങനെ തന്നെ കഴിഞ്ഞു. മരിക്കണ 4 കുട്ടികളുണ്ട്. 4ാമത്തെ കുട്ടിയാണ് സലാഹുദ്ദീൻ. എപ്പോഴും പറയലതാണ്, ഓ മതി എനിക്ക് എന്നൊരു പറച്ചിലാണ്. ഇത് കുട്ടി ഇന്ന് വരെ തന്നെ യാതൊരു വേദനയും കൂടാതെ കുട്ടികളെല്ലാവരും അങ്ങനെ, എല്ലാ കുട്ടികളും മാതിരിയല്ല ഓനാ വല്യപ്പാൻ്റെ സ്വഭാവം മുഴുവനും ഓനാ കിട്ടിയത്. എല്ലാവരും വേണം, എല്ലാവരും കൂട്ടും കുടുംബമായിട്ട് കഴിയണം എന്നുള്ളൊരു വിചാരം. ഞാനൊരിക്കലും എൻ്റെ വല്യപ്പാനെ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളിന്ന് കാണുന്ന ഈ ഒരു കുടുംബ സംഗമത്തിൽ 2 സുവനീർ നമ്മൾ ഇറക്കി. ആ സുവനീറിൻ്റെ പിന്നിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മാതാവാണ്. അതിലുള്ള എല്ലാ ചരിത്രപരമായിട്ടുള്ള എല്ലാ വിശദീകരണങ്ങളും എനിക്ക് വിശദീകരിച്ച് തന്ന് നല്ലൊരു സുവനീർ ഇറക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ ചെറിയപ്പമാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഞാൻ കാണാത്ത ഒരാളാണെങ്കിലും കൂടിയിട്ട് എനിക്ക് ആ ഭയങ്കര ഒരു സംഭവമായി തോന്നുകയാണ്. കുടുംബത്തിൽ ഒരു പകരക്കാരനായിട്ട് വേറെ ഞാൻ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുകയാണ്. 1945 ഞാൻ കൊണ്ടോട്ടി സ്കൂളിൽ UP സ്കൂളിൽ പഠിക്കാൻ വരുന്നത്. ഇവിടെ അന്ന് LP ഉള്ളായിരുന്നു, 5ാം തരം വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അന്ന് ചെറിയ കുട്ടിയായതുകൊണ്ട് ഡെയിലി ഇങ്ങോട്ട് പോരുക എന്ന് പറയുന്നത് പ്രയാസമായതുകൊണ്ട് എൻ്റെ ഉമ്മാമ്മൻ്റെ കുടുംബത്തിൽപ്പെട്ട ചുണ്ടക്കാടൻ വീരൻ കോയമുട്ടി മാസ്റ്ററുടെ വീട്ടിലാണ് ഞാൻ അന്ന് താമസിച്ചിരുന്നത്. അത് താമസിച്ച് നെല്ലുകുത്തി അരിയാണ്, അതായത് തവിട് കളയാത്ത, വിറ്റാമിൻസ് ഒന്നും പോകാത്ത തരത്തിലുള്ള ചോറായിരുന്നു അന്ന്. അത് സാധാരണ പതിവില്ല, എല്ലാ വീടുകളിലും ഈ വൃത്തിയാക്കി നെല്ല് കുത്തി വെളുപ്പിച്ച തവിടൊക്കെ പോക്കിയ അരി കൊണ്ടായിരുന്നു സാധാരണ
അതേമാതിരി തന്നെ മൂടരി, ഒന്നുമില്ല. അതായിരുന്നില്ല. ഇത് വിറ്റാമിൻസ് ഒന്നും പോവാത്ത തോതിലുള്ള അത് ഇവിടുന്ന് മാത്രമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഒരു നല്ല സംസ്കാരം ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ജീവിതം കൊണ്ടാണ്. യാതൊരു വേണ്ടാത്തരവും ഇല്ലാതെ കണ്ടിട്ട് എല്ലാ തരം വേണ്ടാത്തരങ്ങളും ഉള്ളൊരു പ്രദേശമായിരുന്നു അന്ന് കൊണ്ടോട്ടി. കള്ളുകൂടി, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം മോചിതനായിട്ട് നിൽക്കാൻ കാരണം ഇവിടുത്തെ ജീവിതമാണ്. അതായത് ഇവരെ സ്നേഹത്തിൻ്റെ, അതായത് ഈ കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ വല്യപ്പ JDT ഇസ്ലാമിൽ പിന്നെ ആ അനാഥാലയത്തിൽ നേതൃത്വം കൊടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ 2 മാസം കൂടുമ്പോഴൊക്കെയാണ് വീട്ടിൽ വരിക. ആ വീട്ടിൽ വരുന്ന സമയത്ത് അനുജന്മാരെല്ലാവരും വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. വല്യപ്പ വരുന്നെന്ന് പറഞ്ഞാൽ അവരൊക്കെ ആ സമയത്ത് അവിടെ എത്തിപ്പെടുമ്പം വല്യാപ്പ പൊതുവേ നമുക്ക് മനസ്സിലാക്കിയ ഒരുപാട് സമയം എടുക്കണമല്ലോ. ഭക്ഷണം കഴിക്കാനും നിസ്കരിക്കാനും കുളിക്കാനൊക്കെ ഒരുപാട് സമയം ചിലവഴിച്ച് പ്രകൃതിയായിരുന്നു. ഇപ്പം ഭക്ഷണം കഴിക്കണ സമയത്ത് എല്ലാവരും ഇങ്ങനെ വരുന്ന സമയത്ത് വല്യപ്പ എന്ത് ചെയ്യും, കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഉരുളാക്കി ഇങ്ങനെ വായയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരൊക്കെ വന്നാൽ നമ്മളൊക്കെ ചെറിയ കുട്ടികൾ വരുമ്പോൾ ഇവിടെ എനിക്കൊരു മാമൂ തരാൻ തന്നെ കൊടുക്കില്ല. അതേമാതിരി വലിയ മനുഷ്യന്മാരെ വിളിച്ചിട്ട് ഏട്ടന്മാരെ വിളിക്കല്ല, അഞ്ചന്മാരെ ജ്യേഷ്ഠന്മാരൊക്കെ വിളിച്ചിട്ട് കൊടുക്കുകയാണ്, വായൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ബസ് വന്ന് ഇറങ്ങുമ്പം ബസ് നിർത്തിയിടുമ്പം ആ ചാൻസ് നോക്കിയിട്ട് ബസ്സിൽ കയറിയിട്ട് പാട്ട് പാടി പള്ളക്ക് അടിച്ചിട്ട് ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ആ കുട്ടികളെ ഈ പറഞ്ഞ മൂത്താപ്പല്ലേ അങ്ങനെ മെല്ലെ പിടിച്ചു കൊണ്ടുപോയിട്ട് JDT കൊണ്ടുപോയി ചേർത്തി. ആ JDT ഇസ്ലാമിൽ കൊണ്ടുപോയി ചേർത്തിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ വരെ ആയിട്ടുണ്ട്. അപ്പം അത് ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഇന്ന് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അഭിവൃദ്ധിക്ക് കാരണം ഞാനടക്കമുള്ള എൻ്റെ വാപ്പുവിൻ്റെ അല്ലെങ്കിൽ ഈ എൻ്റെ ബാക്കിയുള്ളതൊക്കെ കൂടെ അഭിവൃദ്ധിക്ക് കാരണം ആ മനുഷ്യൻ്റെ ഒരു സുഹൃതമാണ്. ആ മനുഷ്യൻ ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഭാഗങ്ങളായിട്ടാണ് നമ്മളൊക്കെ ഒന്ന് വലിയ സൗഖ്യത്തിലായിപ്പെട്ടത്. ഇവിടുത്തെ ഉമ്മ എല്ലാവർക്കും എന്ത് കിട്ടിയാലും എല്ലാ ഇളച്ചന്മാരുടെ മക്കൾക്കും എല്ലാവർക്കും എല്ലാം ഊരി എടുത്ത് വെച്ചിട്ട് എല്ലാ കുട്ടികൾക്കും അത് ഒപ്പിച്ച് കൊടുക്കുന്ന സ്വഭാവം. ആരും ധൈര്യത്തില്ലാത്ത കുട്ടികൾക്കും എടുത്ത് വെക്കും. അങ്ങനെ സ്വഭാവമായിരുന്നു. പിന്നെ ആരോടും എല്ലാം സംസാരിക്കൂല, ആരോടും അതിൻ്റെ ഒത്തും നിസ്കാരമായിട്ട് ഇരിക്കുക എന്നല്ലാതെ എല്ലാവരും പറഞ്ഞ മാതിരി ഒരാളെ പറ്റി ഒരു ഈപത്ത് പറയാൻ മാതിരിക്കൊന്നും വരില്ല. സി മുഹമ്മദ് കാക്ക എന്നറിയപ്പെടുന്ന ഞങ്ങളെ മൂത്താപ്പയാണ്. ഈ 5 വല്യപ്പന്മാരെ ഒരു പേരക്കുട്ടിയാണ് എന്നെ കല്യാണം കഴിച്ചത്. ചുണ്ടക്കാടൻ അബൂബക്കർ എന്ന കുഞ്ഞുമോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് കല്യാണം കഴിച്ചത്. നമ്മളെ ഈ കുടുംബത്തിൻ്റെ ഐക്യം എന്ന് പറഞ്ഞാൽ കുറേ മുമ്പേ തന്നെ എൻ്റെ ഉപ്പ കാദർലാപ്പ അങ്ങനത്തെവരൊക്കെ എന്നെ കുടുംബം എപ്പോഴും കൂട്ടിപ്പിടിക്കണം എന്നുള്ള ഒരു സ്വഭാവക്കാരായിരുന്നു. ഞങ്ങൾ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ഉപ്പ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഞങ്ങളെ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് കൊണ്ട് ചേർത്തുന്നത്. അന്ന് കാദർലാപ്പയാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയത്. ബാപ്പുവിൻ്റെ മാളുമു, കാദർലാപ്പാൻ്റെ കുഞ്ഞാളു, ഞാൻ, അന്ന് ബിച്ചാവ ബാപ്പുവിൻ്റെ കുഞ്ഞുമോനും അവരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ എന്നാലും ഞങ്ങളെ അവിടുന്ന് സ്കൂൾ ചേർത്തിയതിൻ്റെ ശേഷം വരെ എല്ലാവർക്കും എൻ്റെ പേരറിയാത്തതുകൊണ്ട് അവരൊക്കെ സ്കൂളിൽ നിന്നും വിളിക്കും വിച്ചുമു എന്ന്. അതുകൊണ്ട് സ്കൂൾ കുട്ടികൾ മുഴുവൻ ആ പേരിൽ വിളിക്കുവേനി. ഇപ്പോൾ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു മോശം തോന്നുന്നു. എന്നാലും ഞങ്ങളൊരു കുടുംബത്തിൻ്റെ സ്നേഹവും സന്തോഷമാണത്. പിന്നെ കുറേ മുമ്പ് ഈ സ്കൂളിൽ അവിടെ മേലങ്ങാടി ഹൈസ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവുന്നത് വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞാണ്ട് ചെറിയോനും കുഞ്ഞുമോനും ഇങ്ങനത്തെവരൊക്കെ പറയലുണ്ട്. അന്ന് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്. എന്നാലും അന്നും ആ കാലത്ത് ബാപ്പുവിൻ്റെ മാളുമോനും കുഞ്ഞാളി ഇനിയൊക്കെ ഒരു പ്രാവശ്യം ഞങ്ങളന്ന് 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു കൊണ്ടുപോയിക്കണേ യൂത്ത് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി. അന്നൊക്കെ അത് വല്ലാത്തൊരു സംഭവം. ഇനി മേലങ്ങാടി ഹൈസ്കൂളും അന്ന് കുഞ്ഞുട്ടിളപ്പാൻ്റെ കുഞ്ഞാപ്പാക്കാൻ്റെ ഒരു വീടുണ്ട് അവിടെ, മമ്പലമ്പാടത്ത്. അന്ന് അവിടെ കൊണ്ടുപോയിക്കാണ്ടാണ് ഇവർ ചോറ് തിന്നലും. എല്ലാവരും വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ചോറാണെങ്കിലും എല്ലാവരും ഒരേപോലെ എല്ലാവരും കൂട്ടാനും എല്ലാവരും കൂട്ടി നല്ല ഇതിലായിരുന്നു അന്ന് കഴിച്ചിനത്. ചിലപ്പം കുഞ്ഞപ്പാക്കാൻ്റെ കൂടെ നല്ല ചക്കയൊക്കെ ഉണ്ടാവും, അതൊക്കെ മുറിച്ച് തരും, അതൊക്കെ ഈസി ആയിട്ടാണ് ചിലവാകും ചെയ്യും. ഏതായാലും ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലേനി അന്ന് മുതലേ കഴിഞ്ഞത്. ആ സന്തോഷം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. കാരണം എൻ്റെ ഒപ്പം അന്നേ ചുണ്ടക്കാടൻ കുടുംബത്തിൽ എല്ലായിടത്തും കയറി ഇറങ്ങുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഞങ്ങളെ ഇതുപോലെ തന്നെ കൊണ്ടുവരുന്നത്. ഞാൻ എൻ്റെ ഏറ്റവും ആഗ്രഹിക്കുന്ന പേഴ്സണാലിറ്റി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പയുടെ പേഴ്സണാലിറ്റി തന്നെയാണ്. വിലമതിക്കാനാവാത്ത പേഴ്സണാലിറ്റിയാണത്. ഏത് കാര്യങ്ങളും പോസിറ്റീവായി കാണാനുള്ള കഴിവ്, പിന്നെ ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ല, എല്ലാവരെയും കൂടി അടുക്കാനുള്ളൊരു കഴിവ്, അതായിരുന്നു എൻ്റെ ഉപ്പയുടെ ഏറ്റവും വലിയ കഴിവ്. ഉപ്പയുടെ ഏറ്റവും വലിയൊരു മോട്ടീവ്
നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം നേടണം, എല്ലാവരും ജോലിക്കാരാവണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഉപ്പ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പലരും ഞങ്ങൾ ഈ 7 മക്കളുടെയും പൊസിഷൻ കണ്ടിട്ട് പലരും പറയാറുണ്ട്, ഇതൊന്നും നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അദ്ദേഹം അന്ന് ചെയ്തതിന് പടച്ചോൻ തന്ന പ്രതിഫലമാണെന്നാണ്. സഹോദരൻ ഡോക്ടർ സിദ്ദീഖ് ഇന്ന് അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റാണ്. അദ്ദേഹം ഫസ്റ്റ് MBBS കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഉപ്പ ആ സർട്ടിഫിക്കറ്റുമായി വന്നിട്ട് പറഞ്ഞത്, നീ എൻ്റെ വീട്ടിലുള്ള ഒരു ഡോക്ടറല്ല, ചുണ്ടക്കാടൻ തറവാട്ടിലുള്ള ഡോക്ടറാണ്. ഞാൻ MBBS പോകുമ്പോഴും കഴിഞ്ഞ് വന്നപ്പോഴെല്ലാം എന്നോട് ആകെ പറഞ്ഞത്, നീ ചുണ്ടക്കാടന്മാരുടെ ഡോക്ടറാണ്, നീ പാവപ്പെട്ടവരുടെ ഡോക്ടറാണ്. ഞാൻ ഇന്നും അത് നിലനിർത്തി പോരുന്നുണ്ട്. അതിൽ ഞാൻ അതീവ സന്തോഷവാനുമാണ്. ഇപ്പോൾ കൊണ്ടോട്ടി നേർച്ചയാണെങ്കിലും പെരുന്നാളാണെങ്കിലും എല്ലാം ഞാൻ കാണൽ വീട്ടിൽ നമ്മളെ കുടുംബത്തിൽ തന്നെ ഉള്ള എല്ലാവരെയും പാപ്പ വീട്ടിലേക്ക് വിളിക്കലും നമ്മളെക്കാളധികം കൺസെൻട്രേഷൻ അവർക്ക് കൊടുക്കുന്നതുമാണ്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഞാനത് എൻ്റെ ഉപ്പാൻ്റെ നിന്ന് അത് പഠിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്കൊരു വിഷമവുമില്ല. ആര് വന്നാലും, ഇപ്പോൾ കോളേജിലാണെങ്കിലും പിന്നെ എൻ്റെ സ്റ്റുഡൻസ് തന്നെ MDക്ക് പഠിക്കുന്ന കുട്ടികൾ, DGOക്ക് പഠിക്കുന്ന കുട്ടികൾ, MBBSന് പഠിക്കുന്ന കുട്ടികളെല്ലാം എന്നോട് പലപ്പോഴും ചോദിക്കാറ് തന്നെ ഉണ്ട്, എങ്ങനെയാണ് സാറിന് ഇങ്ങനെ ഓരോരുത്തർ ഇതേമാതിരി പിന്നെ അടുത്ത് അറിയാനും ഓരോരുത്തരെയും സമാധാനിപ്പിക്കാനും ഓരോരുത്തരെയും അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാം കഴിയുന്നത്. പക്ഷെ ഇന്നും എൻ്റെ വാപ്പാൻ്റെ ലെവൽക്കൊന്നും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ ഗുരുകുലം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടും എൻ്റെ ഉപ്പയും ചുണ്ടക്കാടൻ കുടുംബം തന്നെയാണ്. എനിക്ക് ഈ സമയത്ത് ഓർക്കാൻ പറ്റുന്നത്, നമ്മുടെ ബാബരി മസ്ജിദ് പൊളിച്ചപ്പം ഇവിടുന്ന് വലിയൊരു പ്രകടനം മുസ്ലിം സമുദായം നടത്തുകയും അത് അമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അതിൽ കുറച്ച് ആളുകൾ അമ്പലത്തിന് നേരെ കല്ലെറിഞ്ഞു. അന്ന് എൻ്റെ ഉപ്പ അമ്പല കമ്മിറ്റി ചെന്നിട്ട് അതിനെന്ത് നഷ്ടപരിഹാരമാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് ഒരിക്കലും ഒരു പ്രശ്നമായി തീരരുത്. ഉപ്പാൻ്റെ കൂടെ വേറെ ഡോക്ടർ, മെയ്തീൻകുട്ടി ഡോക്ടർ, വീരാൻകുട്ടി ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുൻകൈ എടുക്കും. പലരും ഉപ്പനെ വിമർശിച്ചപ്പോൾ ഇപ്പം പറഞ്ഞത് അത് പറ്റില്ല എന്നുള്ള, അത് നമ്മുടെ അടുത്ത് നിന്ന് പറ്റിപ്പോയ തെറ്റാണ്. അതിന് വേണ്ട ചെലവുകൾ വഹിക്കാൻ ഇവർ മുന്നോട്ട് വന്നു. അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവുകയില്ല. പിന്നെ കുട്ടിക്കാലം മുതൽക്കേ നമ്മുടെ വീട്ടിലെ ഒരു സ്ഥിരം ആശാരിയായിരുന്നു തുപ്രേട്ടൻ. അദ്ദേഹത്തിന് ശബരിമലക്ക് പോകാൻ ഇരുമുടിക്കെട്ട് കെട്ടാൻ അന്നത്തെ കാലത്ത് 10 രൂപ 20 റുപ്യ ഇപ്പം എടുത്തു കൊടുക്കും. ഞാൻ ഉച്ചക്ക് സ്കൂളിട്ട് ചോറുന്നാൻ വരുമ്പം തൊട്ടടുത്ത് ഇപ്പാൻ്റെ അടുത്ത് ഇരുത്തിയിട്ടായിരിക്കും കൂലിപ്പണിക്ക് അല്ലെങ്കിൽ തേപ്പ് പണിക്ക് വന്ന ശങ്കരനെ ചോറ് കൂട്ടുന്നത് കണ്ട്. ഇന്നും ആ ഒരു പൈതൃകം ഞാൻ എന്നും എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരു തിരുവനന്തപുരത്തുകാരിയായ എന്നെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല മലപ്പുറത്തേക്ക് കല്യാണം കഴിക്കുന്നത്. പക്ഷേ മൂസ മൻസൽ വന്നതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്തിനെ പറ്റിയുള്ള ഞങ്ങളുടെ കൺസെപ്റ്റ് തന്നെ മാറിയത്. ഇത്രയും അടുപ്പമുള്ള ഒരു കുടുംബം വേറെ എങ്ങും ഉണ്ടാവില്ല. ഉപ്പാൻ്റെ കൂടെ ഇരുന്ന് മേശപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുക ഞങ്ങൾ മരുമക്കൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അതിന് ഒരു കോംപ്രമൈസും ഇല്ല. ഉപ്പ വിളമ്പിത്തരും, ഞങ്ങൾ കൂടെ ഇരുന്ന് കഴിക്കും. മലപ്പുറത്തൊരു വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. പിന്നെ ഞങ്ങളുടെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോ കാര്യത്തിലും ഉമ്മ തരുന്ന ഒരു സപ്പോർട്ട് അതുപോലെ വേറെ ഒരു മരുമക്കൾക്കും കിട്ടാനുണ്ടാവില്ല, ഒരമ്മായിയമ്മമാരും ആർക്കും ഉണ്ടാവില്ല. എന്നെ കല്യാണം കഴിച്ചത് 13 വയസ്സിലാണ്. അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ഇവരെ കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി നിന്ന് ഇവിടെ ഒരു പിന്നെ ചെറിയോള് പറഞ്ഞിട്ടൊരു മോളുണ്ട്. പിന്നെ ചെറിയാപ്പൂ, മിച്ചാപ്പൂ, കുഞ്ഞുട്ടി, ഇവരൊക്കെ ചെറിയ കുട്ടികളെ ചെറിയ ഇവരൊക്കെ ഞാൻ വന്നാരെ പ്രസവിച്ചതിന് 2 3 പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാക്കി 4 ദിവസം നിൽക്കുമ്പോൾ തന്നെ അളാപ്പ വന്ന് കൊണ്ടുപോകും. വിരാങ്കുള്ളാപ്പന്നെ കൊണ്ടുപോയി എല്ലാം നോക്കും. പിന്നെ പോരാത്തത് ഇവിടെ തന്നെ എൻ്റെ എല്ലാ സൗകര്യം ഫാദർലാപ്പ, കുഞ്ഞുട്ടിളാപ്പ, അമ്മായി, ചെറിയോളുണ്ട്. ഓള് എല്ലാവരും നല്ല സന്തോഷത്തിൽ എന്നെ കഴിച്ചുകൂട്ടി ഇങ്ങനെ കൊണ്ടുവന്ന്. അതിൻ്റെ ഇടയിൽ 4 ദിവസം 3 ദിവസം എന്ന് നിർത്തൂല. മൂസാക്കെല്ലാം അവിടെ കൊണ്ടുപോട്ടി മേലങ്ങാടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോയിനാജി കൂട്ടി കൊണ്ടുപോകും. പിന്നെ എല്ലാവർക്കും ഒരു പറച്ചിലേനി, എത്ര ഇതിനായിട്ട് എല്ലാവരും കൊണ്ടുപോകണം എന്ന് പറയും. ചെറുപ്പം മുതൽക്കേ ഒരു വല്യപ്പനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വല്യപ്പ ഞാൻ കേട്ടിടത്തോളം ബീരാൻകുട്ടി മാസ്റ്ററാണ്. കാരണം കുട്ടിക്കാലം മുതൽക്കേ മൂസേ മൂസേ എന്നുള്ള വിളി
എൻ്റെ വാപ്പയെ വീരാൻകുട്ടികളാപ്പ വിളിക്കണ കേട്ടിട്ട് ഞങ്ങൾ വീരാൻകുട്ടികളാപ്പാനെ ഒരു വല്യപ്പയുടെ സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത്. ഇന്നും നമ്മളെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്. കുട്ടിക്കാലത്ത് വീരാൻകുട്ടികളാപ്പ സ്ഥിരമായിട്ട് വീട്ടിൽ വരും. ജുമാ നമസ്കാരം കഴിഞ്ഞാൽ വീരാൻകുട്ടികളാപ്പാക്കുള്ള ചോറ് നമ്മുടെ വീട്ടിലാണ്. ആ ചോറ് തിന്നാൻ ഉമ്മ ചോറ് വിളമ്പി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകളോടെടുക്കും എളാപ്പിയും എൻ്റെ ഉപ്പയും കൂടിയും ആ ഭക്ഷണത്തിനരികിലേക്ക് എത്താൻ. കാരണം ജുമാ കഴിഞ്ഞ് കുറേ പള്ളിയിൽ നിന്ന് സംസാരിക്കും, കുറേ പള്ളിവാതിൽ നിന്ന് സംസാരിക്കും, കുറേ ഗേറ്റിൽ നിന്ന് സംസാരിക്കും, കുറേ ഓപാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് സംസാരിക്കും. അവസാനം വരുമ്പോഴേക്കിന് ചോറും എല്ലാം ആറിയിരിക്കും. പക്ഷെ അവർ ഈ സംസാരിക്കുന്നത് മുഴുവൻ നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടിയായിരുന്നു. ബാപ്പ ഈ കുടുംബത്തിലെ ഒരു ഭരണാധികാരിയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. മുഖ്യമന്ത്രിൻ്റെ സ്ഥാനം എല്ലാവരെയും കൈകാര്യം ചെയ്തിരുന്ന വാപ്പയായിരുന്നു. മൂത്താപ്പ ജയിച്ചില്ലേ അവിടെ കോഴിക്കോടാണല്ലോ ഉണ്ടാവുക. മറ്റുള്ള ആളുകളൊക്കെ എല്ലാവരും ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ മാത്രം ഈ കുടുംബം പുലർന്നിരുന്നൊരു കാലഘട്ടമായിരുന്നത്. ബാപ്പാൻ്റെ നേതൃത്വത്തിലായിരുന്നു എല്ലാ സംഗതികളും നടന്നിരുന്നത്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, അന്നൊക്കെ ഈ റബീഉൽ അവ്വൽ മാസം വന്നാൽ പിന്നെ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ പോലും അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ തന്ത്രമാണ് ഈ പിന്നെ മുസ്ലിമുകളെ കയ്യിലെടുക്കാൻ വേണ്ടി റബീഉൽ അവ്വൽ നേരത്തൊക്കെ കഴിക്കുന്ന അനുവദിച്ചിരുന്ന കാലമായിരുന്നത്. അപ്പം അന്ന് സ്കൂളിൽ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വിതരണം ചെയ്യുന്ന പതിവുണ്ട്. പലഹാരം ചില അധികം ഉണ്ടായാൽ ഈത്തപ്പഴമായിരിക്കും. ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട് എല്ലാ കുട്ടികൾക്കും കൊടുക്കും. അപ്പം അന്ന് വലിയ ഒരു ആഘോഷമാണ്. ഒരു ഈത്തപ്പഴം കിട്ടുക തന്നെ വലിയ സംഭവമാണ് ആ കാലത്ത്. അപ്പോൾ ഈത്തപ്പഴം പിന്നെ വരിവരിക്കാൻ ഇരുന്നിട്ട് ഈത്തപ്പഴത്തിന് വേണ്ടി കുട്ടികളെല്ലാവരും വരിവരിക്കാൻ ഇരിക്കുക. ഈ നേർച്ചൻ്റെ ദിവസമാണെന്ന് മുൻകൂട്ടി തന്നെ ഹെഡ് മാസ്റ്റർ അറിയിച്ചിട്ടുണ്ടാവും. അപ്പം അന്ന് എല്ലാവരും ഈ പിന്നെ വാഴൻ്റെ ഇല അതുപോലെ തന്നെ ഈ പൊടണ്ണീൻ്റെ ഇലയൊക്കെ കൊണ്ടുവന്നിട്ട് ഈത്തപ്പഴത്തിന് പൊടണ്ണീൻ്റെ ഇല കാട്ടി കൊടുത്താൽ കൈമലും മേത്തൊന്നും ഒട്ടൂലല്ലോ. അപ്പം ആ ഇലയും കൊണ്ടാണ് വരിക സ്കൂൾക്ക്. അങ്ങനെ ഒരിക്കൽ ഈ ഈത്തപ്പഴം വാരി കൊടുക്കുന്നത് എൻ്റെ വാപ്പയാണ്. ഒരു കൊട്ടയിൽ ഒന്നായിട്ട് ഈത്തപ്പഴം നിറച്ചിട്ട് ബാക്കിൽ വേറെ മാസ്റ്ററിങ്ങനെ പിടിച്ചു കൊടുക്കും. വാരി കൊടുക്കുന്നത് എൻ്റെ ഉപ്പ. പാപ്പാൻ്റെ ഒരു ചെറിയ സ്വഭാവത്തിനെ പറ്റി സൂചിപ്പിച്ച് പറയാണ് അന്ന് ഞാൻ. അപ്പോൾ എനിക്ക് അന്ന് വല്ലാത്തൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എൻ്റെ ബാപ്പയാണ് കൊടുക്കുന്നത്, അപ്പോൾ കൂടുതൽ എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ. ചെറിയ കുട്ടിയെ 2ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന കാലത്ത് കൂടുതൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനെല്ലാവർക്കും കൊടുത്ത് ഇങ്ങനെ എൻ്റെ ഊഴം വന്നപ്പം ഒരു ഇറങ്ങിട്ട് പിന്നെ എന്നെ നോക്കി. അപ്പോൾ എനിക്ക് അപ്പോഴും തോന്നി എന്താണ് എനിക്ക് ജാസ്തി കിട്ടുന്ന. സംഭവിച്ചതെന്ന് വെച്ചാൽ സാധാരണ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നത് നേർ പകുതി എനിക്ക് വരിവരിക്കാൻ കൊടുക്കല്ലേ. എൻ്റെ സ്വന്തം മാപ്പായതുകൊണ്ട് ജാസ്തി കിട്ടുന്ന പ്രതീക്ഷയാണ്. അന്നത്തെ കാലത്ത് ഒരു ഈത്തപ്പഴത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ മാപ്പ എനിക്ക് തോന്നാൻ തരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ എന്നെ കണ്ടതോടുകൂടി മാപ്പ ഈ ഭാര്യ നേർ പകുതിയാക്കിയിട്ട് പകുതിയായി കിട്ടി. അപ്പോൾ അന്ന് മാപ്പ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ മറി മനസ്സിലായത്. അത് എന്നാൽ സ്വന്തം കുട്ടിക്ക് ജാസ്തി കൊടുത്തു പടച്ചോൻ്റെ മൂടി കുറ്റം മറുപടി പറയുന്നല്ലോ പേടിച്ചിട്ടായിരിക്കണം. അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്തത് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. സ്കൂൾ റിട്ടയർ ചെയ്തതിന് ശേഷം ഞങ്ങളവിടെ കാലിലോട്ട് പള്ളിക്കൽ പിന്നെ ഈ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച വാപ്പായിരുന്നു. മരിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹജ്ജിന് പോകുന്ന സമയത്ത് മാത്രം അധികാരം വേറൊരാൾക്ക് കൊടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് കാലം ആളുകൾക്ക് വേറെ ഒരു പിന്നെ സെക്രട്ടറി ഇല്ലാത്തത് കൊണ്ടോ ഇനി വാപ്പാൻ്റെ പ്രത്യേകത കൊണ്ടോ എന്തോ അറിയില്ല, ഒരുപാട് കാലം ഈ പിന്നെ കാലഘട്ട പള്ളീൻ്റെ
സെക്രട്ടറി പദം അലങ്കരിച്ചിരുന്നു വാപ്പ. അന്ന് ഞാൻ ഓർക്കുന്നത് ഇന്നത്തെ ബൈപ്പാസ്, കൊണ്ടോട്ടിയിലെ ബൈപ്പാസ് ഇല്ലാത്തൊരു കാലം. ആ ബൈപ്പാസ് ഉള്ള ആ പ്രദേശങ്ങളൊക്കെ തന്നെ ആ കാലത്ത് നെൽവയലുകളായിരുന്നു. നെല്ല് ഉണ്ടാക്കുന്ന വയൽ, ഈ കാലത്തെ പള്ളീൻ്റെ നേരെ ബാക്കിൽ നെല്ലുണ്ടാക്കുന്ന വയൽ മുണ്ടൻകുഴി എന്നുള്ള പേരായിരുന്നു ആ വയലിന് അന്ന് പേരുണ്ടായിരുന്നത്. ഈ മുണ്ടൻകുഴിൻ്റെ ഉടമസ്ഥർ പിന്നെ പൊന്നാനിക്കാരായിരുന്നു. അവർ അത് വിൽക്കാന്ന് കേട്ടപ്പം ഒരു കാര്യത്തിൽ നമുക്ക് പിന്നെ ഉപകാരപ്പെടുമല്ലോ എന്ന് കണ്ടുകൊണ്ട് അന്ന് അത് വാങ്ങാൻ വേണ്ടി മുൻകൈ എടുത്തിരുന്ന സെക്രട്ടറി ആയ ബാപ്പയായിരുന്നു. നാട്ടിലുള്ള പല ആളുകൾക്കും ഈ പള്ളി നടത്തിപ്പിന് തന്നെ കാശില്ലാത്ത സ്ഥിതിക്ക് എന്തിനാ വെറുതെ ആ മുണ്ടൻകുഴി പാടം വാങ്ങി എന്നുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്ന കാലത്ത്. എന്നാലും ആ ആക്ഷേപങ്ങളൊക്കെ വകവെക്കാതെ പടച്ചോനെ മുൻനിർത്തിയ അന്ന് ആ മുണ്ടൻകുഴി പാടം വാങ്ങി. ബാപ്പാൻ്റെ നിർബന്ധത്തിന് വാങ്ങിയതാണ്. അന്ന് പിന്നെ സാമ്പത്തിക കഴിവുള്ള ഒരു പ്രസിഡൻ്റായിരുന്ന കാലത്ത് ആലിമയാക്ക എന്ന് പറഞ്ഞ ആൾ. ഈ ആലിമയാക്ക പ്രസിഡൻറ്റും ബാപ്പ സെക്രട്ടറിയും. ആലിമയാക്ക എന്ത് പറഞ്ഞാലും സെക്രട്ടറി അതനുസരിക്കും, സെക്രട്ടറി എന്ത് പറഞ്ഞാലും പ്രസിഡൻറ്റും അത് അനുസരിക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഒരു വിശ്വാസവും പിന്നെ അനുസരണവും ഒക്കെ ഉണ്ടായിരുന്ന അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ കാലത്ത് ആ മുണ്ടൻകുഴി പാടം വാങ്ങിയത്. ഇന്നിപ്പോൾ ആ പാടം എത്രയോ അധികം ലക്ഷക്കണക്കിന് ഉറുപ്പിക പള്ളിക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പിന്നെ കാരണമായി തീർന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് എൻ്റെ സ്ഥിതി. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ
बड़ी दूर आए प्यार का तोहफा लाए हैं अपना लो या ठुकरा दो प्यार का तोहफा लाए हैं बड़ी दूर से आए प्यार का तोहफा लाए हैं जो दिलों के नाते हैं वो जोड़े नहीं जाते जो दिलों के नाते हैं वो जोड़े नहीं जाते छोड़ लिए അള്ളാൻ്റെ ഈ ഒജീന് വേണ്ടി മാത്രം പ്രതീക്ഷിച്ചു കൊടുക്കുന്ന മനസ്സാണല്ലോ എല്ലാവർക്കും. അങ്ങനെയാണ് ആ കുടുംബത്തിൽ ചുരുക്കം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എത്രയോ സമ്പന്ന കുടുംബങ്ങൾ ഈ കൊണ്ടോട്ടി പരിസരങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഈ കുടുംബത്തിൻ്റെ ഈ ഒരു പ്രത്യേകത കൊണ്ട് ഈ കുടുംബത്തിനെ മറികടക്കാൻ ഒരു കുടുംബത്തിനും പരിസര പ്രദേശങ്ങളിലുള്ള ഒരു കുടുംബത്തിനും സാധിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ഇന്നും അഭിമാനം കൊള്ളുന്നവരാണ്. ചുണ്ടക്കാടൻ കുടുംബത്തിൽ നമ്മൾ പിറക്കുവാൻ സാധിച്ചല്ലോ എന്നുള്ളത്. കാരണം ഇതിനൊക്കെ നമ്മുടെ വാപ്പാർക്കും നമ്മുടെ വല്യാപ്പാർക്കും അവർക്കുണ്ടായിരുന്ന ക്വാളിറ്റിയാണ് നമ്മൾ ഈ ആ അഭിമാനത്തിനുള്ള കാരണം. അത് നിലനിർത്തുവാൻ നമ്മൾക്കും നമ്മളിൽ ഇനി വരാൻ പോകുന്ന ജനറേഷനും നിലവിലുള്ള ജനറേഷനും ഇനി വരാൻ പോകുന്ന ജനറേഷനും ഈ കുടുംബത്തിൻ്റെ ക്വാളിറ്റി ഇത് ചുണ്ടക്കാടൻ ആണ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി നിലനിർത്തുവാനും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാനും അത് കുടുംബത്തിനും നാടിനും സമുദായത്തിനും നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നമ്മുടെ കുടുംബത്തിനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഭാവിയിലും ഇതേമാതിരി നല്ല നിലക്ക് സംഗമങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഈ സൗഹാർദ്ദം എന്നും നിലനിൽക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. जो दिलों के नाते हैं